കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം 4-ാമത്തെ അധ്യായം വിതുര മൈത്രേയ സംഗമം. അതതേതനുജ്ഞാത മുക്ത്വാ പീത്വാ ജവാരുണിം തയാ വിഭ്രംസിതജ്ഞാന ദുരുക്തേർമർമ്മ പസ്പൃശുഃ. ഉദ്ധവർ പറഞ്ഞു, കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞപ്പോൾ യാദവാദികൾ ബ്രാഹ്മണരുടെ അനുവാദത്തോടെ മദ്യപിക്കാൻ തുടങ്ങി. മദ്യം ഉള്ളിച്ചെന്നപ്പോൾ ബുദ്ധിഭ്രംശമുണ്ടായി. വിവേകം നശിച്ച് പരസ്പരം ദുർവാക്കുകൾ പറഞ്ഞ് അന്യോന്യം ആക്ഷേപിച്ചു, മർമ്മത്തെ പിളർന്നു. തേഷാം മൈരേയദോഷേണ വിഷമീകൃതചേതസാം നിമ്ലോജതി രവാവാസീത് വേണുനാമിവ മർദ്ദനം. മദ്യത്തിന്റെ വീര്യനിമിത്തം അവരുടെ വിവേകശക്തി നശിച്ചു. സൂര്യാസ്തമയമായി മുളകൾ തമ്മിൽ ഉരസുന്നത് പോലെ അവർ തമ്മിൽ മത്സരം ആരംഭിച്ചു. ഭഗവാൻ സ്വാത്മമായായ ഗതിം താം അവലോക്യ സഹ സരസ്വതീം ഉപസ്പൃശ്യ വൃക്ഷമൂലമുപാവിശത്. തന്റെ സ്വന്തം മായയുടെ പ്രഭാവത്താൽ കുലം നശിക്കുന്നത് കണ്ട് ഭഗവാൻ കൃഷ്ണൻ സന്തോഷിച്ചു. സരസ്വതീ നദിയിൽ സ്നാനാദികൾ കഴിച്ച ശേഷം ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. അഹം ചോക്തോ ഭഗവതാ പ്രപന്നാർത്തി ഹരേണഃ ബദരിം ത്വം പ്രയാഹീതി സുകുലം സംജിഹീർഷുണ. സ്വന്തം കുലത്തെ സംഹരിച്ച് ഭൂഭാരം മുഴുവനും തീർക്കുന്നതിന് ആഗ്രഹിച്ചവനും ശരണാഗതന്മാരുടെ ദുഃഖം തീർക്കുന്നവനുമായ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് നീ ബദര്യാശ്രമത്തിലേക്ക് പൊയ്ക്കൊണ്ടാലും എന്ന് എന്നോട് അരുളി ചെയ്തു. അതാവീതവിപ്രേതം ജാനന്നഹമരിന്ദമ പൃഷ്ഠതോന്നഗമം ഭർത്തു പാദവിശ്ലേഷണക്ഷമ. ഹേ വീര, ഭഗവാൻ എന്നോട് അരുളി ചെയ്തതിൻ്റെ താല്പര്യം മനസ്സിലാക്കിയ ഞാൻ സ്വാമിയുടെ പാദപത്മങ്ങളെ വിട്ടുപോകാൻ അശക്തനായി പിന്നാലെ അനുഗമിച്ചു. അദ്രാക്ഷമേകമാസീനം വിജുന്വന്തയിദമ്പതിം ശ്രീനികേതം സരസ്വത്യാം കൃതഗേതമഗേതനം. ഭഗവാനെ അന്വേഷിച്ചു നടന്ന ഞാൻ പ്രേമാസ്പദനും പാലകനും സർവാശ്രയഭൂതനും ശ്രീദേവിയുടെ ഇരിപ്പിടമായിരിക്കുന്നവനുമായ ആ ഭഗവാൻ സരസ്വതീ നദീതീരത്തിൽ ഏകനായി ഇരിക്കുന്നത് കണ്ടു. ശ്യാമാവതാദംഭിരജം പ്രശാന്തരുണലോചനം ദോർഭിച്ച ദുർഭിദിതം പീതകൗശാംബരേണജ. നിർമ്മലമായ ശ്യാമള നിറമുള്ളവനും അജഞ്ചലങ്ങളായ അരുണലോചനങ്ങളോടുകൂടിയവനും ശുദ്ധ സത്വസ്വരൂപനും 4 തൃക്കൈകളുള്ളവനും പീതാംബരവും ധരിച്ച് അറിയപ്പെട്ടവനും ആയിരുന്നു. വാമഊരാവതിശ്രിത്യ ദക്ഷിണാംഗ്രീസരോരുഹം അവാഷിതാർഭകാശ്വത്വം അകൃശം തക്തപിപ്പലം. ആ ഭഗവാൻ താമരതളം പോലെ ചുവന്ന നിറമുള്ള വലത്തെ പാദത്തെ ഇടത്തെ തുടയിൽ എടുത്തു വെച്ചിരുന്നു. കർമ്മങ്ങളെല്ലാം വെടിഞ്ഞവനായി യാതൊരു ബാധയുമില്ലാതെ തൻ്റെ ദേഹത്തെ പിൻഭാഗത്തുള്ള അൽമരത്തടിയിൽ ചാരി വെച്ചിരുന്നു. തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃത്സക ലോകാനനുചരൻ സിദ്ധ അസ്വസാധായ ദൃശ്യ. അപ്പോൾ അവിടെ മൈത്രേയ മഹർഷി എതിർച്ചയാ വന്നു ചേർന്നു. ഒരിടത്ത് സ്ഥിരമായിരിക്കാതെ ചുറ്റിത്തിരിയുന്ന മഹാനുഭാവനായ ആ ഭഗവത് ഭക്തൻ വ്യാസരുടെ സുഹൃത്തും സഖാവുമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പരാശര മഹർഷിയുടെ കീഴിൽ പഠിച്ചിരുന്നു. തസ്യാനുരക്തസ്യ മുനിർമുകുന്ദ പ്രമോദ ഭവാനത്ര ഗന്ധരസ്യ ആഷുണ്ണതോ മാമനുരാഗഹാസ സമീക്ഷയാ വിശ്രമയന്നുവാച. അദ്ദേഹം മുകുന്ദന്റെ ദർശനം കൊണ്ടുണ്ടായ സന്തോഷാധിക്യത്താൽ ഭഗവത് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പരമഭക്തനായ മുനി കേട്ടുകൊണ്ടിരിക്കെ ഭഗവാൻ കൃഷ്ണൻ എന്നോടുള്ള പരമസ്നേഹത്തെ സൂചിപ്പിക്കുന്ന വിധം കടാക്ഷിച്ചും മന്ദഹസിച്ചും കൊണ്ട് എൻ്റെ യാത്രാക്ലേശത്തെ തീർക്കാനായി ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച വേദാഹമന്തർമനസീപ്സിതം തേ ദദാമി യത്തത് ദുര
പാപമന്യേ സത്രേ പുരാ വിശ്വസജാംബസൂനാം മത്സിദ്ധികാത്മന വസൂത്വയേഷ്ട. ശ്രീ ഭഗവാൻ പറഞ്ഞു, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ അറിയുന്നു. മുൻജന്മത്തിൽ വിശ്വസൃഷ്ടാക്കളായ വസ്തുക്കളിൽ ഒരുവനായിരുന്ന നീ എന്നോട് ഐക്യം പ്രാപിക്കാനായി എന്നെ പൂജിച്ചിരുന്നു. എൻ്റെ ഭക്തന്മാർ അല്ലാത്തവർക്ക് ലഭിക്കാത്തതായ നിന്റെ ഈ ആകാംക്ഷ ഞാൻ അറിയുന്നതിനാൽ നിനക്ക് ഈ ജന്മത്തിൽ അത് നൽകുന്നതാണ്. സയേഷ സാധോ ചരമോ ഭവാനാം ആസാദിതസ്തേ മദനുഗ്രഹോ യത് യന്മാന്ത്രലോകാന്റെ ഉത്സുജന്തം ദൃഷ്ട്യാദുശ്വാൻ വിശദാനുവൃത്യ. ഈ സാധോ, ജനനമരണങ്ങളുടെ ഈ അവസാന ജന്മത്തിൽ അങ്ങ് എത്തിച്ചേർന്നു. അത് എൻ്റെ അനുഗ്രഹമാണ്. അവതാരോദ്ദേശം പൂർത്തിയാക്കി മനുഷ്യലോകങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്ന എന്നെ പിന്തുടർന്ന് ഇവിടെ എത്തി അങ്ങ് ദർശിച്ചുവല്ലോ. പുരാമയ പ്രോക്തമജായ നാഭ്യേ പത്മേ നിഷണ്ണായ മമാതിസർഗേ ജ്ഞാനം പരം മന്മഹിമാവഭാസം യൽസുരയോ ഭാഗവതം വദന്തി. പൂർവകൽപ്പത്തിൽ എൻ്റെ നാഭിയിൽ നിന്ന് ജനിച്ച താമരപ്പൂവിൽ വസിച്ചിരുന്ന ബ്രഹ്മാവിന് ഞാൻ പരമതത്വത്തെ ഉപദേശിച്ചു. ഭഗവാനായ എന്നാൽ പറയപ്പെട്ട അതിനെ പൂർവ്വസൂരികൾ ഭാഗവതം എന്ന് പറയുന്നു. ആ ജ്ഞാനത്തെ നിനക്ക് ഇപ്പോൾ ഉപദേശിച്ചു തരാം. ഇത്യാദൃതോക്ത പരമസ്യ പുംസാപതീഷണാനുഗ്രഹഭാജനോഹം സ്നേഹോത്തരോ മാസ്കരിതാക്ഷരസ്ഥം മുഞ്ചൻ ശുചപ്രാഞ്ജലി. രാഭഭാഷേ, ഭഗവാന്റെ അനുഗ്രഹത്തിന് എപ്പോഴും പാത്രമായിരുന്ന എന്നെ ഇപ്രകാരം ആദരിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടപ്പോൾ പരമമായ ഭക്തിയും പ്രേമവും കൊണ്ട് എനിക്ക് രോമാഞ്ചമുണ്ടായി. ആനന്ദബാഷ്പത്തോടെ അഞ്ജലീബദ്ധനായി ഗൽഗത സ്വരത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. കോനീശ്വദേവാദ സരോജവാജാം സുദുർലഭോർത്തേഷു ചതുർഷവീഹ തഥാവിനാഹം പ്രവണോമി ഭൂമൻ ഭവൽപദാംബോജ നിഷേവണോത്സുക. ഹേ ഭഗവൻ, നിന്തിരുവടിയുടെ പാദസരോജത്തെ സേവിക്കുന്നവർക്ക് 4 വിധ പുരുഷാർത്ഥങ്ങളിൽ ഒന്നും തന്നെ ദുർലഭമല്ല. എങ്കിലും ഭഗവാന്റെ പാദഭജനം മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഞാൻ അതല്ലാതെ മറ്റൊന്നിനെയും വരിക്കുന്നില്ല. കർമാണ്യനീഹസ്യ ഭവോ ഭവസ്യതേ ദുർഗാഷയോധാരി ഭയാത് പലായനം കാലാത്മനോ യത് പ്രമദായുധാശ്രയാ സ്വാത്മന്യതേ കിദ്ധ്യതി ദീർഭിദാമിഹ. കർത്തൃത്വമില്ലാത്ത അങ്ങയുടെ കർമ്മങ്ങളും ജന്മമില്ലാത്ത ഭഗവാന്റെ അവതാരവും കാലസ്വരൂപനായ അവിടുന്ന് ശത്രുഭയം കൊണ്ട് ഓടിപ്പോയതും സ്വരൂപത്തിൽ തന്നെ ലയിച്ചിരുന്ന അവിടുന്ന് അനേകം സ്ത്രീകളെ ഭരിച്ചതും ആലോചിക്കുമ്പോൾ അഭിജ്ഞന്മാരുടെ ബുദ്ധിയും തത്വം നിർണ്ണയിക്കാൻ കഴിയാതെ ക്ലേശിക്കുന്നു. മന്ത്രേഷു മാം വാഉബഹൂയ യത്വം അകുണ്ഠിതാ ഗണ്ഡ സദാത്മബോധ പൃച്ഛേ പ്രഭോ മുക്തൈവ പ്രമത്തസ്തന്നോ മനോ മോഹയദീവദേവ. നിരർഗളവും പരിപൂർണ സത്തായ ആത്മജ്ഞാനിയും സർവത്തിനും സമർത്ഥനുമായ നിന്തിരുവടി അറിവില്ലാത്തവനെന്ന പോലെ എന്നെ അരികത്ത് വിളിച്ചിട്ട് മന്ത്രസഭകളിൽ അഭിപ്രായം ചോദിക്കാറുണ്ടല്ലോ. ആ പ്രവൃത്തി ഞങ്ങളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നത് പോലിരിക്കുന്നു. ജ്ഞാനം വരം സ്വാത്മരഹ പ്രകാശം പ്രോവാചകസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തർ വദാഞ്ജസായത് വൃജിനം തരേമ. അങ്ങയുടെ സ്വരൂപത്തിൻ്റെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്ന പരമാത്മജ്ഞാനത്തെ അങ്ങ് പൂർണ്ണമായിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചു. ഹേ സ്വാമിൻ, അത് ഗ്രഹിക്കാനായിട്ട് ഞങ്ങൾ യോഗ്യരാണ് എങ്കിൽ ഉപദേശിച്ചു തരണം. അങ്ങയുടെ അനുഗ്രഹത്താൽ പ്രയാസം കൂടാതെ ഞങ്ങൾ സങ്കടത്തെ കടന്ന് മുക്തരായിക്കൊള്ളാം. നിത്യാവേദിതഹാർദായ മഹ്യം സ ഭഗവാൻ പര ആദിദേശാരവിന്ദാക്ഷ ആത്മന പരമം സ്ഥിതിം. ഇപ്രകാരം ഹൃദയവികാരം തുറന്നു പറഞ്ഞപ്പോൾ അരവിന്ദാക്ഷനായ ഭഗവാൻ ആത്മാവിൻ്റെ പരമോത്കൃഷ്ട നിലയെ എനിക്ക് ഉപദേശിച്ചു. സയേവമാരാധിതവാദതീർത്ഥാത് അതീതതത്വാത്മവിബോധമാർഗ പ്രണമ്യപാദോ പരിവൃത്യദേവം ഇഹാഗതോഹം വിരഹാതുരാത്മാ. ഇപ്രകാരം ഭഗവാന്റെ പരിശുദ്ധമായ പാദതീർത്ഥത്തെ ആരാധിച്ചതിനാൽ ഭഗവാൻ എനിക്ക് പരമാത്മബോധത്തെയും ഉപദേശിച്ചു. അത് ഗ്രഹിച്ച ശേഷം ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് വിരഹാതുരമായ മനസ്സോടെ ഞാൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. സോഹം തദ്ദർശനാഹ്ലാദവിയോഗാർത്തിയുത പ്രഭു ഗമിഷ്യേദൈതം തസ്യ ബദര്യാശ്രമമണ്ഡലം. ഭഗവത് ദർശനം കൊണ്ടുണ്ടായ സന്തോഷത്തോടും വിയോഗം മൂലമുള്ള ദുഃഖത്തോടും കൂടി ഞാൻ ആ പ്രഭുവിൻ്റെ ഇഷ്ടസ്ഥാനമായ ബദര്യാശ്രമത്തിലേക്ക് പോകുന്നു. യത്ര നാരായണോ ദേവോ നരശ്ച ഭഗവാൻ ഋഷി മൃദുതീവ്രം തപോ ദീർഘം തേവാദേ ലോകഭാവനോ
ആ സ്ഥലത്തിൽ ഭഗവാൻ നരനും നാരായണനുമായി അവതരിച്ചിട്ട് ലോകാനുഗ്രഹ തൽപരരായിട്ട് മൃദുവും തീവ്രവുമായ ദീർഘതപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. ശ്രീ ശുഗവാച യദ്യുദ്ധവാദുപാകർണ്യ സുഹൃദാം ദുസ്സഹം വദം ജ്ഞാനേനാശമയക്ഷത്ത ശോകമുൾപതിതം ബുധഃ. ശ്രീ ശുഗബ്രഹ്മർഷി പറഞ്ഞു, ഇപ്രകാരം സുഹൃത്തുക്കളുടെ ദുസ്സഹമായ വധത്തെപ്പറ്റി ഉദ്ധവരിൽ നിന്നും കേട്ടിട്ട് വളരെ ദുഃഖിതനായി എങ്കിലും പെട്ടെന്നുണ്ടായ ശോകത്തെ ജ്ഞാനത്താൽ ശമിപ്പിച്ചു. സതം മഹാഭാഗവതം പ്രജന്തം കൗരവർഷഭ നിശംബാദഭ്യതത്തേദം മുഖ്യം കൃഷ്ണപരിഗ്രഹേ. കുരുവംശത്തിൽ പിറന്നവരിൽ ശ്രേഷ്ഠനും ഭഗവത് ഭക്തന്മാരിൽ അഗ്രഗണ്യനും കൃഷ്ണൻ സ്വീകരിച്ചവരിൽ മുഖ്യനുമായ ഉദ്ധവർ വിതുരരോട് യാത്ര പറഞ്ഞ് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ വിശ്വാസനിമിത്തം ഇങ്ങനെ പറഞ്ഞു. വിതുര ഉവാച ജ്ഞാനംബരം സ്വാത്മരഃ പ്രകാശം യഥാ യോഗീശ്വര ഈശ്വരസ്തേ ഭക്തം ഭവാനോർഹതി യദ്യ വിഷ്ണോർ ഭൃത്യാസഭൃത്യാർത്ഥ ഹൃതശ്ചരന്തി. വിതുരൻ പറഞ്ഞു, യോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മരഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ പരമജ്ഞാനത്തെ അങ്ങേക്ക് ഉപദേശിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അത് കേൾക്കാൻ അർഹതയുണ്ടെങ്കിൽ ഞങ്ങളോടും പറയണം. വിഷ്ണുദാസന്മാർ സ്വഭൃത്യന്മാർ അർത്ഥിക്കുന്ന ഹിതത്തെ നിവർത്തിക്കുന്നതിനു വേണ്ടി സഞ്ചരിക്കുന്നവരാണല്ലോ. ഉദ്ധവ ഉവാച നനുദേ തത്വസംരാജ്യ ഋഷികൗഷാരവോന്തിമേ സാക്ഷാത് ഭഗവതാദിഷ്ടോ മർത്യലോകം ജിഹാസദ. ഉദ്ധവർ പറഞ്ഞു, ഹേ വിതുര, മനുഷ്യലോകത്തെ വിട്ടുപോകാൻ ആഗ്രഹിച്ച സാക്ഷാൽ ഭഗവാൻ എൻ്റെ അരികെ നിൽക്കുന്ന മൈത്രേയ മഹർഷിയോട് അങ്ങേക്ക് ആത്മതത്വം ഉപദേശിക്കാൻ കൽപ്പിച്ചിരിക്കുന്നതിനാൽ അങ്ങ് മൈത്രേയനെ തന്നെ ഉപദേഷ്ടാവായി സ്വീകരിക്കണം. ശ്രീ ശുക ഉവാച ഇതി സഹ വിദുരേണ വിശ്വമൂർത്തെ ഗുണകഥയാ സുതയാ പ്ലാവിതോരുതാപ ക്ഷണമിവ പുളിനെ യമസ്സ സുസ്താം സമുഷിത ഔഭഗവർനിശാന്തദോഗാത്. ശ്രീ ശുഗര് പറഞ്ഞു, ഉദ്ധവർ വിതുരരോടുകൂടി വിശ്വമൂർത്തിയുടെ ഗുണകഥയാകുന്ന അമൃതത്തിൻ്റെ അനുഭവ നിമിത്തം സംസാരജന്യമായ സന്താപങ്ങൾ ഒന്നും അറിയാതെ വളരെ വേഗം പരമാനന്ദത്തിൽ മുഴുകിയവരായി യമുനാ തീരത്തിൽ ആ രാത്രി ക്ഷണനേരം പോലെ കഴിച്ചു. പുലർന്നപ്പോൾ ബദരി ആശ്രമത്തിലേക്ക് പോയി. രാജോവാച നിധനമുപഗതേഷു വിഷ്ണിഭോജേഷ്വതിരഥയൂതവയൂതവേഷു മുഖ്യ സതുഗതമവശിഷ്ട ഉദ്ധവോ യത് വിരവിദത്യജഹാകൃതിം ത്രദീശ. പരീക്ഷിത രാജാവ് ചോദിക്കുന്നു, അതിരഥന്മാരും അവരെക്കാൾ ഉന്നതരായ സേനാധിപന്മാരും വീരന്മാരായ ഭോജന്മാരും വിഷ്ണുക്കളും എല്ലാം മരണത്തെ പ്രാപിച്ചു. ത്രിമൂർത്തികളുടെ സ്വാമിയായ ശ്രീഹരി കൂടി തൻ്റെ കൃഷ്ണസ്വരൂപത്തെ ഉപേക്ഷിച്ചു. അപ്പോൾ ഉദ്ധവർ മാത്രം എങ്ങനെ അവശേഷിച്ചു? ശ്രീ ശുക ഉവാച ബ്രഹ്മശാപാപദേശേന കാലേന മോഹവഞ്ചിത സംഹൃത്യ സകുലം നൂനം ത്രക്ഷൻ ദേഹമചിന്തയത്. ശ്രീ ശുഗര് പറഞ്ഞു, ബ്രാഹ്മണശാപമാണ് ഇതുകുലം നശിക്കാൻ കാരണമെന്ന് ലോകാപവാദം മാത്രമാണ്. വാസ്തവത്തിൽ സത്യസങ്കല്പനായ ഭഗവാൻ തൻ്റെ കുലത്തെ സംഹരിച്ചിട്ട് ദേഹം ത്യജിക്കണമെന്ന് ചിന്തിച്ചിരുന്നു. ബ്രാഹ്മണശാപം ഭഗവാന്റെ സങ്കല്പം മാത്രമാണ് എന്ന് സാരം. അസ്മാലോകാതുപരതേ മയി ജ്ഞാനം വദാശ്രയം അർഹത്യുദ്ധവയേ വാദ സമ്പ്രത്യാത്മവതാം വര. ഞാൻ ഈ ലോകത്തിൽ നിന്നും അറിയുമ്പോൾ എൻ്റെ പരമാർത്ഥ ജ്ഞാനം ശരിയായി അറിയുവാനുള്ള യോഗ്യത ആത്മജ്ഞാനികളിൽ ഉത്കൃഷ്ടനായ ഉദ്ധവർക്ക് മാത്രമേ ഉള്ളൂ. നോദവോണബി മഞ്ഞൂനോ യദ്ഗുണേ നാർദിത പ്രഭു അതോ മദ്വയുനം ലോകം ഗ്രാഹയന്നിഹതിഷ്ഠതോ. ഉദ്ധവർ എന്നിൽ നിന്ന് അല്പവും കുറഞ്ഞവനല്ല. എന്തുകൊണ്ടെന്നാൽ തത്വം അറിഞ്ഞിരിക്കുന്ന അവനെ ത്രിഗുണങ്ങളൊന്നും പീഡിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച തത്വത്തെ ലോകത്തിന് ഉപദേശിച്ചുകൊണ്ട് ഉദ്ധവർ ഈ ലോകത്തിൽ ഇരിക്കണം. ഏവം ത്രിലോക ഗുരുണാ സന്ദിഷ്ട ശബ്ദയോനിന മദ്രാശ്രമമാസാദ്യ ഹരിമീജേ സമാധിന. വേദത്തിൻ്റെ കാരണഭൂതനായ ത്രിലോകഗുരുവായ ഭഗവാൻ ഇപ്രകാരം കൽപ്പിച്ചതനുസരിച്ച് ഉദ്ധവർ ബദരികാശ്രമത്തെ പ്രാപിച്ചിട്ട് സമാധിയോഗത്താൽ ഹരിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. വിജരോപ്യുദ്ധവാഷുദ്ധ്വാ കൃഷ്ണസ്യ പരമാത്മന ക്രീഡയോ വാതദേഹസ്യ കർമാണി ശ്ലാഘിതാനി ച ദേഹന്യാസം ജതസ്യൈവം ധീരാണാം ധൈര്യവർദ്ധനം അന്യേഷാം ദുഷ്കരതരം പശൂനാം വിക്ലവാത്മനാം ആത്മാനം ച ഗുരുശ്രേഷ്ഠ കൃഷ്ണേന മനസേക്ഷിതം ധ്യായൻ ഗതേ ഭാഗവതേ രുരോധ പ്രേമവിഹ്വല. ലോകാനുഗ്രഹത്തിനായിട്ട് ക്രീഡയ ശരീരത്തെ സ്വീകരിച്ച പരമാത്മാവായ കൃഷ്ണൻ്റെ
പ്രശംസിക്കപ്പെടേണ്ട കർമ്മങ്ങളെയും ധീരന്മാരുടെ, അതായത് സജ്ജനങ്ങളുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതും വിഷയാസക്തരായി പശുപ്രായമായിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമായ ശ്രീകൃഷ്ണ ശരീരത്യാഗത്തെക്കുറിച്ച് ഉദ്ധവരിൽ നിന്നും കേട്ടിട്ട് തനിക്ക് മൈത്രേയൻ പരമാത്മോപദേശം നൽകണമെന്ന് സ്വന്തം ശരീരം വെടിയുന്ന വേളയിൽ കൃഷ്ണഭഗവാൻ അരുളി ചെയ്തു എന്നും കേട്ട് ഭഗവാന്റെ കരുണാകടാക്ഷത്തെക്കുറിച്ച് ആലോചിച്ച് പ്രേമപരവശനായി വിതുരർ കരഞ്ഞു. പരമഭാഗവതനായ ഉദ്ധവരുടെ വേർപാടും അപ്പോൾ ദുഃഖത്തിന് കാരണമായി എന്ന് സൂചന. കാളിന്ത്യാഗതിവിസിദ്ധാഹോ ബീർഭരദർശഭ പ്രാപദ്യതസ്വസരിതം എത്ര മിത്രാസുതോ മുനിഃ. ശ്രീകൃഷ്ണ ഭഗവാനിൽ പരിപൂർണമായ ഭക്തിയോഗം സിദ്ധിച്ചിട്ടുള്ള കുരുശ്രേഷ്ഠനായ വിതുരർ യമുനാതടത്തിൽ നിന്ന് യാത്ര തിരിച്ച് കുറേ ദിവസങ്ങൾക്കുള്ളിൽ ഗംഗാനദിയുടെ തീരത്ത് മിത്രാസുതനായ മൈത്രേയൻ വസിക്കുന്ന ഹരിദ്വാരം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിതുരോധവ സംവാദേ ചതുർത്ഥോധ്യായഃ. 3-ാം സ്കന്ധം 4-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.